അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ഷെന്നി. ഞാൻ പാലക്കാട് കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ തീരെ കിടപ്പിലായിരുന്നു. അവസാന സ്റ്റേജിലൊക്കെയാണ് അറിഞ്ഞത് ക്യാൻസറാന്നുള്ളത്. രക്ഷപ്പെടാൻ വഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ തോട്ടക്കര അച്ഛൻ്റെ അടുത്ത് ഞാൻ കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ തന്നെ എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എപ്പോഴും ഒന്ന് അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അച്ഛൻ ഓരോരോ പ്രാർത്ഥനകൾ പറഞ്ഞുതരും, വചനങ്ങൾ പറഞ്ഞുതരും. അതൊക്കെ ചെല്ലുമായിരുന്നു. ഇതങ്ങനെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എന്നോട് കുറേ വചനങ്ങൾ 1000 പ്രാവശ്യം എനിക്ക് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി. 1000 1500 പറ്റുന്ന അത്രയും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് വിശ്വസിച്ച് സ്ഥിരമായിട്ട് പ്രാർത്ഥനകൾ 1000 വചനം ചെല്ലും. ബ്രിജിത്തയുടെ നൊവേന, 33 വിശ്വാസ പ്രമാണം, 33 മിഖായേൽ മലാഖയുടെ പ്രാർത്ഥന, അങ്ങനെ ടൗൺ മിനിസ്ട്രിയുടെ എല്ലാ സെക്യൂരിൻ്റെ പ്രാർത്ഥനകളും, എല്ലാ പ്രാർത്ഥനകളും നമുക്ക് പറ്റാവുന്ന അത്രയും സമയം മുഴുവനും ഞാൻ ആ പ്രാർത്ഥനകൾ കിടന്നുകൊണ്ടും ചെല്ലുമായിരുന്നു. കിടപ്പിലായിരുന്നു, നടക്കാൻ തീരെ പറ്റില്ലായിരുന്നു. പിന്നെ അതുപോലെ അച്ഛൻ്റെ ശുശ്രൂഷകൾ ഓൺലൈനിലിരുന്ന് കാണും. ഇഷ്ടംപോലെ സമയമല്ലേ, വെറുതെ കിടക്കുകയാണല്ലോ നമ്മൾ, പലവിധ വിഷമങ്ങളും വേദനകളും. അപ്പം പ്രാർത്ഥനകളിലേക്ക് കൂടുതൽ കർത്താവിലേക്ക് കൂടുതൽ എടുത്തു. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ദിവസങ്ങൾ എണ്ണി പറഞ്ഞു തന്നത് കർത്താവ് എനിക്ക് ഈ ഒരു വർഷം നീട്ടിത്തന്ന് എനിക്ക് കർത്താവിനെ സ്തുതിക്കാനുള്ള അവസരം ഒരുക്കി തന്നു. ഞാൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ ദിവസം കാലത്ത് പള്ളിയിൽ കുർബാനയ്ക്ക് ഞാൻ പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. കുർബാന മുടങ്ങി കുർബാനയ്ക്ക് പോകാൻ പറ്റാതെ വന്ന അവസ്ഥയായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സങ്കടം വന്നൊരവസ്ഥ. അത് എനിക്ക് നമുക്ക് എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യില്ല. നമ്മൾ ആ കുർബാനയിലൂടെ കിട്ടുന്ന ശക്തിയും അതിൻ്റെ മഹത്വം എന്താണെന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് മുടങ്ങിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ശക്തി എന്താണെന്നും കുർബാനയുടെ മഹത്വം എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിക്കണമെന്നായിരുന്നു. അതെനിക്ക് ദൈവം സാധിച്ചു തന്നു. എണീറ്റ് നടക്കാൻ സാധിച്ചു. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് എനിക്ക് വരുമ്പോഴല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് 2 മാസം മുന്നേ എൻ്റെ അമ്മ മരിച്ചു. അതിനുശേഷം അവിടെ നിന്ന് എനിക്ക് കുറച്ച് തീരെ വയ്യാതൊക്കെയായി. അങ്ങനെ പലവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ മുഖത്ത് ഇങ്ങനെ ചെവിയുടെ അവിടുത്തെ ഈ ഭാഗത്ത് ഞരമ്പ് ഭയങ്കര വേദന, ഈ പല്ലിൻ്റെ അതിലേക്ക് ഭയങ്കര വേദന, ചെവി കേൾവിക്ക് ഭയങ്കര വ്യത്യാസം, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇന്ന് ഇവിടെ കുർബാനയുടെ ഇടയിലും പ്രത്യേകിച്ച് ആരാധനയിൽ എനിക്കത് ഈ വേദന ഭയങ്കര ശക്തമായിട്ടിവിടെ വേദന ഉണ്ടായിരുന്നു. ഇവിടെ പല്ല് കൂട്ടി പിടിക്കാൻ പറ്റാത്ത പോലെ വേദനയായിരുന്നു. അത് സൗഖ്യപ്പെട്ട് എനിക്ക് സുഖം തന്നു ദൈവം. കർത്താവിന് കോടാനുകോടി നന്ദി പറഞ്ഞാലും മതി വരില്ല. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കർത്താവ് ജീവിക്കുന്ന കർത്താവാണെന്ന് ഇന്നും എനിക്ക് അനുഭവത്തിലൂടെ കാണിച്ചു തന്ന അവസരമാണ് ഈ ക്യാൻസറിൻ്റെ കാലഘട്ടം. ബ്ലഡ് കൗണ്ട് കുറഞ്ഞ് 1000-ന് താഴെ എത്തി. എനിക്ക് വളരെ മോശമായ കണ്ടീഷനിലായിരുന്നു, പുറത്ത് പോകാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. അത്രയും മോശമായ അവസ്ഥയിൽ ഞാൻ ഒരു കമ്മ്യൂണിറ്റി കൂടുമ്പോഴോ പള്ളിയിലോ പോകാൻ പറ്റും, തൊട്ടടുത്ത പള്ളി, പക്ഷെ പോകാൻ പാടില്ലായിരുന്നു. നമ്മൾ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ പോയി പ്രാർത്ഥിച്ചു. ഇവിടെ വചനങ്ങൾ അയച്ചു കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് 1000-ന്റെ മുകളിൽ ചൊല്ലാൻ തുടങ്ങി. ശുശ്രൂഷയിൽ വന്നു തുടങ്ങുമ്പോൾ അടുത്ത രോഗങ്ങളും മാറി തുടങ്ങി. 1000-ന് താഴെ വന്ന ബ്ലഡ് കൗണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 ദിവസം മുന്നേ നോക്കുമ്പോൾ 1000-ൽ താഴെയാണ്. അഡ്മിറ്റായി എന്താ പറയുക ഹോസ്പിറ്റലിലാവണം. അതിന് മുന്നേ പല പ്രാവശ്യം ഹോസ്പിറ്റലിലായിട്ട് ഇന്ന് 2000-2500 ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും ബ്ലഡ് കൗണ്ട് കൂടാതിരുന്ന അവസരത്തിൽ കർത്താവിനോട് അതിശക്തമായി രാവും പകലിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2 ദിവസത്തിന് മുന്നേ നോക്കി 1000 കൗണ്ട് 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ 10,000-ന് മുകളിലാക്കി തന്ന് കർത്താവ് തിരുരക്തമൊഴുക്കി എനിക്ക് സൗഖ്യം തന്നു. അതിനുശേഷം എനിക്ക് ബ്ലഡ് കൗണ്ട് കുറയുക എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. അത്രയും കർത്താവ് എന്നെ സൗഖ്യം തന്ന് എന്നെ തൊട്ട് അനുഗ്രഹിച്ച് എനിക്ക് അതിലാണ് ഏറ്റവും വലിയ എനിക്ക് സന്തോഷം. എണീറ്റ് നടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിടത്തുനിന്ന് എണീറ്റ് നടക്കാൻ എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണെന്ന് എനിക്ക് ശക്തിയുക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റും. നമ്മൾ എന്ത് ചോദിച്ചാലും ചോദിച്ചത് തരും. നമ്മൾ ചോദിക്കാത്തൊരു കുറവേ ഉള്ളൂ. ഏത് കാര്യം നമുക്ക് ചോദിച്ചാൽ കർത്താവ് നമുക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ.